ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കൂട്ടുകാർക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെന്നൈ ന്യൂ ആവടി റോഡിലുള്ള റെയിൽ മ്യൂസിയമാണ്. ഈ കാണുന്ന ബ്ലൂ കളർ കോച്ചിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അഡൾട്ട്സിന് 40 റുപ്പീസും ചിൽഡ്രൻസിന് 15 റുപ്പീസുമാണ്. ചെന്നൈ വെളിവാക്കത്തെ ന്യൂ ആവടി റോഡിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് സമീപമാണ് ഈ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഈ റെയിൽ മ്യൂസിയത്തിന് വെളിയിലുള്ള കാഴ്ചകളാണ്. 6.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിൻ്റെ ലേഔട്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ്. 2002 ഏപ്രിൽ 16-നാണ് ഈ മ്യൂസിയം ഓപ്പൺ ചെയ്തത്. പ്രധാനമായി 3 ഗാലറികളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അതിൽ ഒന്നാമത്തേത് ICF ഗാലറിയാണ്, രണ്ടാമത്തേത് റെയിൽ ഹിസ്റ്ററി ഗാലറി, പിന്നെ മൂന്നാമത്തേത് ആർട്ട് ഗാലറിയാണ്. അതുകൂടാതെ നോൺ എയർ കണ്ടീഷൻഡായ 2 ഗാലറി കൂടി ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡയമണ്ട് ജൂബിലി ഗാലറിയിലാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു മാസീവ് ഹിസ്റ്ററി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ ഇനാഗുറേഷൻ, അങ്ങനെ വരുന്ന ഒരുപാട് ചരിത്ര പ്രധാനമായ നിമിഷങ്ങളുടെ ഫോട്ടോസ് എല്ലാം നമുക്ക് ഈ ഗാലറിയിൽ കാണാം. കൂടാതെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ട്രെയിൻ കോച്ചുകളുടെ മിനിയേച്ചർ മോഡൽസും ഇവിടെ ധാരാളം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ കോച്ചുകളുടെ എല്ലാം മിനിയേച്ചർ ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആക്സിഡൻറ്റ് മെഡിക്കൽ റിലീഫ് എന്ന് എഴുതിയിട്ടുള്ളൊരു കോച്ചാണ്. എവിടെയെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ സഹായം നൽകുന്നതിനായിരിക്കാം അത്. പിന്നെ കാണിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ എന്ന് എഴുതിയൊരു കോച്ചാണ്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ട്രെയിനുകളും അതിൻ്റെ വിശദീകരണങ്ങളും എല്ലാം അടങ്ങുന്ന പോസ്റ്ററുകളും ഫോട്ടോസെല്ലാം നമുക്ക് ഈ ഗാലറിയിൽ ഒരുപാട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് വാരണാസി ന്യൂഡൽഹി കൽത്ര റൂട്ടിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. ICF ശ്രീലങ്കയിലേക്ക് നിർമ്മിച്ചു കൊടുത്ത ഒരു ഡീസൽ ഇലക്ട്രിക് മോഡൽ കോച്ചിൻ്റെ ഒരു പിക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. ആദ്യകാലം മുതൽ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന ക്യാമറകളുടെ ഒരു വലിയ കളക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും വർക്കിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. തൊട്ടടുത്ത് തന്നെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു പോസ്റ്ററും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് 1961 അന്നത്തെ കാലത്തുള്ള കോച്ചിൻ്റെ ഇൻറ്റീരിയറാണ്. പിന്നെ ICF ഓരോ സ്ഥലങ്ങളിലേക്ക് നിർമ്മിച്ചു കൊടുത്തുള്ള ലക്ഷറിയസ് മുതൽ നോർമൽ ആയിട്ടുള്ള ട്രെയിനുകൾ, പിന്നെ അതിനുള്ളിലുള്ള ഫെസിലിറ്റീസൊക്കെ കാണിച്ചു തരുന്ന പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1962, 63 കാലഘട്ടങ്ങളിൽ ICF നിർമ്മിച്ച കോച്ചുകളുടെയും എൻജിൻ്റെ എല്ലാം പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിലും വെളിയിലുമായിട്ട് നിർമ്മിച്ചു കൊടുത്ത കോച്ചുകളുടെ മിനിയേച്ചർ മോഡലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മിനിയേച്ചറെല്ലാം വളരെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ ഒരു പെർഫെക്റ്റ് ലുക്കാണ്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് എൻജിനാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രെയിനിൻ്റെ ഓരോ പാർട്സും പിന്നെ അതിൻ്റെ മിനിയേച്ചർ ഫോംസും ആണ്. ട്രെയിനിൻ്റെ എൻജിൻ, വാഷ് ബേസിൻ, ഫ്ലോറ്, റെയിൽ ട്രാക്ക്, ട്രെയിനിലെ സസ്പെൻഷൻ, ട്രെയിനിൻ്റെ സീറ്റ്, അങ്ങനെ ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്സും ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടൂറിസത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ലക്ഷറിയസ് ആയിട്ടുള്ള VIP ട്രെയിനുകളും അതിനുള്ളിലുള്ള ഫെസിലിറ്റീസുമാണ്. മഹാരാജ എക്സ്പ്രസ്, റോയൽ രാജസ്ഥാൻ, അങ്ങനെയുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ട്രെയിനുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിനുള്ളിലുള്ള VIP ഫെസിലിറ്റീസ് നമുക്ക് ഈ പിക്സിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹെറിറ്റേജ് കോർണറിലുള്ള ഐറ്റംസ് ആണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനാനുമതിയില്ല, നോ എൻട്രി ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ളിലെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കുകൾ, ടെലിഫോൺസ്, പിന്നെ സിഗ്നൽ ലാമ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയിലുള്ള ലക്ഷറിയസ് ട്രെയിനുകളാണ്. അതിൻ്റെ ഇൻഫർമേഷൻസ്, ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് 1955-ലുള്ള ICFൻ്റെ ഒരു ഇനാഗുറേഷൻ്റെ പിക്ചറാണ്. പിന്നെ കാണിച്ചിരിക്കുന്നത് ചെന്നൈയിലുള്ള റെയിൽവേ സ്റ്റേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഹിസ്റ്ററി അടങ്ങുന്ന ഫുൾ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ട്രെയിനിൻ്റെ ഒരുപാട് മിനിയേച്ചർ മോഡലുകളും നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഗാലറിയുടെ ഉള്ളിൽ തന്നെ ട്രെയിനിൻ്റെ ഒരു ടോയ് ഷോപ്പുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ടൂറിസത്തിനായിട്ട് നിർമ്മിച്ച മഹാരാജ എക്സ്പ്രസ്, അതിൻ്റെയും ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്.
ശരിക്കും രാജകീയമായ ഫെസിലിറ്റീസ് ആണ് ഈ ട്രെയിനിലുള്ളത്. ടൂറിസത്തിനായിട്ട് നിർമ്മിച്ച ഈ ട്രെയിൻ എക്സ്ട്രാ ലക്ഷൂറിയസ് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രെയിനിലെ പാൻട്രി കോച്ചിൻ്റെ ഒരു മോഡലാണ്. ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ റെയിൽ മ്യൂസിയത്തിൻ്റെ ഏത് ഗാലറി ചെന്നാലും നമുക്കിതുപോലെ കോച്ചുകളുടെ ഒരുപാട് മിനിയേച്ചർ ഫോംസ് കാണാൻ സാധിക്കും. ഒരു ട്രെയിനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതും അതിനുള്ളിൽ ഉള്ളതുമായ ഒരുപാട് പാർട്സുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാം. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ 2 ഫ്ലോറിലും വിവിധ തരത്തിലുള്ള എൻജിൻ ഭാഗങ്ങൾ, പലതരത്തിലുള്ള കോച്ചുകളുടെ മിനിയേച്ചർ ഫോംസ്, പലതരത്തിലുള്ള എൻജിനുകൾ, ഇതിൻ്റെ എല്ലാം വലിയൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാം. ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് ഒരു 3 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. 2-3 മണിക്കൂർ നമുക്ക് ചുറ്റിക്കാണാനുള്ള സംഭവങ്ങളൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട്. പിന്നെ നമുക്കിവിടെ പാർക്കിങ്ങിന് പ്രത്യേക ഫീ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പാർക്കിങ്ങിനായിട്ട് ഇവിടെ ധാരാളം സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ ഈ റെയിൽ മ്യൂസിയത്തിന് ചുറ്റിനും മെറ്റൽ സ്ക്രാപ്പ് വെച്ച് പലതരത്തിലുള്ള ശില്പങ്ങൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം കാണുന്നവർക്ക് ഒരു ആകർഷണം തോന്നുന്നവയാണ്. കൂടാതെ ഇത് നിർമ്മിച്ച് കൊടുത്തവരുടെ ഡീറ്റെയിൽസും ഇതിനോട് ചേർന്ന് ഒരു ഇൻഫർമേഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന കോച്ചുകൾ പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ചെന്നൈക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. പിന്നെ ഈ മ്യൂസിയത്തിനോട് ചേർന്ന ഒരു ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ട്. എനിക്കിവിടെ കണ്ടതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ശില്പമാണിത്. ഒരു കാളക്കൂറ്റൻ്റെ ശില്പമാണിത്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ടോയ് ട്രെയിൻ സവാരിയുണ്ട്. അതിന് പ്രത്യേക സമയമൊക്കെ ഉണ്ട്. നമ്മളതിനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ടോയ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് ഫുള്ള് ഒരു റൗണ്ട് നമ്മളെ അവർ ഈ ട്രെയിനിൽ കൊണ്ടുപോയി കാണിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു റൈഡാണിത്. ഇനി നമുക്ക് ഈ ടോയ് ട്രെയിനിൽ പോകുമ്പോഴുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ ഒരു കെട്ടിടത്തിൽ ഒരു ട്രെയിൻ അതിൻ്റെ സിഗ്നലുകൾക്കനുസരിച്ച് ട്രാക്കിലൂടെ എങ്ങനെ മൂവ് ആകുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു ഡെമോ ഇവിടെ നമുക്കായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഡെമോ എപ്പോഴും കാണാനുള്ള അവസരമില്ല കേട്ടോ. നിശ്ചിത സമയങ്ങളിൽ മാത്രമേ അത് റൺ ചെയ്യിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പണ്ട് കാലത്ത് കുതിരകളെ ഉപയോഗിച്ച് റൺ ചെയ്യിച്ചിരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഈ കാണുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റീം എൻജിനാണ്. പിന്നെ ആദ്യകാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഡബിൾ ഡെക്കർ കോച്ചിൻ്റെ ഒരു ഡെമോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന 3rd ക്ലാസ്സിൻ്റെ വുഡൻ കോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ വന്നാൽ തീരെ നമുക്ക് ബോറടിക്കില്ല. അത്രയ്ക്കും നമുക്ക് ചുറ്റിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട്. പണ്ട് ബ്രിട്ടീഷ് കാലത്ത് ഉപയോഗിച്ചിരുന്ന വുഡൻ കോച്ചുകളുടെയും സ്റ്റീം എൻജിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോംബെ ടു മദ്രാസ് ട്രെയിനിൻ്റെ ഒരു കോച്ചും നമുക്ക് വുഡനിൽ തീർത്തിരിക്കുന്നത് കാണാം. ഒരുപാട് പണ്ടുണ്ടായിരുന്ന കോച്ചുകളാണ് ഇതെല്ലാം. പണ്ട് കാലങ്ങളിൽ സിഗ്നൽ കാണിക്കാനും എമർജൻസി ആൻഡ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ടൂൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പഴയ കാലത്തെ ട്രെയിൻ ടിക്കറ്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാം. പിന്നെ ഈ കോമ്പൗണ്ട് നിറയെ മുൻപ് ഉപയോഗിച്ചിരുന്ന കോച്ചുകളും എൻജിനുകളുമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണേൽ അതിനുള്ളിൽ പോയി കയറി നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലായിടത്തും ബെഞ്ചുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ ചെടികളും മരങ്ങളെല്ലാം വെച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ എല്ലാം നടക്കുമ്പോൾ വലിയ ചൂടോ വെയിലോ ഒന്നും അനുഭവപ്പെടുന്നില്ല. നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫ്ലോവിംഗ് എൻജിനാണ്. ഇത് ഫസ്റ്റ് വേൾഡ് സക്സസ്ഫുൾ സ്റ്റീം ഫ്ലോവിംഗ് എൻജിനാണ്.
പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് മ്യൂസിയത്തിനോട് ചേർന്ന ചെറിയൊരു പാർക്ക് ഇവിടെയുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് റൈഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മ്യൂസിയം വ്ലോഗ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.